കൊങ്കണി ആചാരപ്രകാരം കുഞ്ഞിനെ തൊട്ടിലിൽ വെക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. അതായത് നമ്മുടെ ബലരാമനെ കരിങ്കല്ലിൻ്റെ സങ്കല്പത്തിൽ നമ്മൾ ചുവന്ന പട്ടിൽ അലങ്കരിച്ച്, അതേപോലെ മാവിലയും പൂവും എല്ലാം കൊണ്ട് നമ്മൾ അലങ്കരിച്ച് പൂജിച്ചതിന് ശേഷം ആദ്യമേ തൊട്ടിലിൽ വെക്കുന്നത് ഈ ബലരാമനെയാണ്. വെറുതെ ഒരു കല്ല് പോരാ, നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കവും തൂക്കവും അനുസരിച്ചുള്ള കരിങ്കല്ലാണ് വേണ്ടത്. ഈ കരിങ്കല്ലിനെ നമ്മുടെ ബലരാമൻ, അതായത് ബലഭദ്രനെ സങ്കല്പിച്ചാണ് നമ്മൾ ഈ ആചാരം നടത്തി വരുന്നത്. വിഷ്ണുവിൻ്റെ അവതാരമായ ബലരാമൻ ജനിച്ചത് നമ്മുടെ ശ്രീകൃഷ്ണനെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നും കൃഷ്ണൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ബലരാമനായിട്ട് അവതാരം എടുത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെയും ബലരാമൻ്റെ സങ്കല്പത്തിൽ ആ കരിങ്കല്ല് അവിടെ വെക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ ദുഷ്ടശക്തികളിൽ നിന്നും, കണ്ണേറ്, പ്രാക്ക്, അതേപോലെ പിശാചുക്കളിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ബലഭദ്രനെ, അതായത് ബലരാമനെ നമ്മളിൻ്റെ കൂടെ തൊട്ടിലിൻ്റെ മൂലയിലായിട്ട് നമ്മൾ ഈ ബലരാമനെ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കുന്നത്. ബലരാമനെ പഞ്ചഭൂതങ്ങളുടെ സാക്ഷിയായിട്ടാണ് 5 പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ തൊട്ടതിന് ശേഷം തൊട്ടിലിൻ്റെ കീഴെ കൂടി ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് കുഞ്ഞിനെ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടിലിൽ കിടത്തി ആട്ടുന്നത്. ബലരാമനെ 5 പ്രാവശ്യം തൊട്ടിലിൽ കിടത്തുന്നത് വേറൊന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളെ കുഞ്ഞിനെ ആദ്യമേ ഇങ്ങനെ തൊട്ടിലിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ വിറച്ച് എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്താണ് ബലരാമനെ ആദ്യമേ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ തേജുവിൻ്റെയും നവനീതിൻ്റെയും ബലരാമൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ കൃഷ്ണൻ്റെ കല്ല് ഞാൻ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.